അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളം അതീവ ഗൗരവമായി ഏറ്റെടുത്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം. നാടാകെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഉള്ളൊരു വലിയ പ്രസ്ഥാനമായി അത് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ എല്ലാ തുറകളുടെയും പങ്കാളിത്തം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഉത്തരവാദികളായ വൻകിടക്കാരുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടത്ര സഹകരിക്കുന്നില്ല. യോഗങ്ങൾ ചേർന്നാൽ തന്നെ ഏകണ്ഠമായ തീരുമാനങ്ങൾ വരുന്നില്ല എന്നതെല്ലാം പൊതുവെ നിരാശയുളവാക്കുന്നതാണ്. അപ്പം അതെല്ലാം വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് കാത്തിരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. നമുക്കാകാവുന്നത് നമുക്ക് ചെയ്യാം എന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാനം ആ കാര്യത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. 2050 കേരളം ഒരു പൂർണ്ണ നല്ല അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അക്ഷരോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യുവജനതയുടെ സജീവമായ പങ്കാളിത്തമാണ്. അവർ വ്യത്യസ്തമായ സംവാദങ്ങൾ കേട്ടു, അവയിൽ പങ്കെടുത്തു. ഓരോ അക്ഷരോത്സവവും നമ്മുടെ യുവജനതയ്ക്ക് പകരുന്ന സർഗാത്മകമായ ഊർജമുണ്ട്. അത് എല്ലാ മേഖലകളിലും വലിയ ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല. ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക സഞ്ചാരത്തിൻ്റെ ഭൂപടത്തിൽ മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം തിളങ്ങുന്ന വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ പ്രധാന പ്രസാധനശാലകളെല്ലാം തന്നെ ഇപ്പോൾ വ്യത്യസ്ത ഉള്ളടക്കങ്ങളോടുകൂടിയ പുസ്തകോത്സവങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ പുസ്തകോത്സവത്തിലും അനേക കോടി രൂപയുടെ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ പുസ്തകോത്സവ സ്റ്റാളുകളിലെത്തി പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുകയും പുസ്തകോത്സവത്തോടനുബന്ധിച്ചുള്ള സെമിനാറുകളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ഉന്നതമായ സാംസ്കാരിക ശ്രേഷ്ഠതയുടെ ദൃഷ്ടാന്തമാണ്. വായനയ്ക്ക് മരണമില്ല എന്ന വിളംബരം കൂടിയാണ്. ലോകത്താകെയുള്ള ഭാഷകളിൽ നിന്നുള്ള ഉത്കൃഷ്ട കൃതികൾ അതത് രാജ്യങ്ങളിൽ ഇറങ്ങുന്നതിന് തൊട്ടു പിന്നാലെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഭാഷയാണ് മലയാളം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള പ്രഗത്ഭനായ ഏതെഴുത്തുകാരനെയും സ്വന്തം എഴുത്തുകാരനായി കാണുന്ന സംസ്കാരമാണ് കേരളത്തിനുള്ളത്. തകഴിയും പൊൻകുന്നം വർക്കിയുമൊക്കെ എത്ര പരിചിതരാണോ അത്ര തന്നെ പരിചിതരാണ് മലയാളിക്ക് T.S. എലിയട്ടും ഗബ്രിയേൽ ഗാർഷ്യോ മാർക്കോസുമൊക്കെ. അസ്തിത്വവാദം ഒരുപക്ഷെ സാർത്രൻ്റെ ഫ്രാൻസിനേക്കാൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കേരളത്തിലാവും. സർറിയലിസം പോലുള്ള സാഹിത്യ സങ്കേതങ്ങളെക്കുറിച്ചും പോസ്റ്റ് മോഡേണിസം പോലെയുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ ആദ്യം തന്നെ പഠനാർഹമായ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഷയാണ് മലയാളം. ആ മലയാള ഭാഷയെയും മലയാളികളുടെ വായനാ സംസ്കാരത്തെയും കൂടുതൽ ഔന്നത്യത്തിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ് ഇതുപോലുള്ള പുസ്തകോത്സവങ്ങൾ. സമ്പന്നവും സമൃദ്ധവുമായ സാംസ്കാരിക പൈതൃകമുള്ള മാതൃഭൂമിക്ക് അതിനുള്ള സവിശേഷമായ ഉത്തരവാദിത്വമുണ്ടെന്നാണ് കരുതുന്നത്.